KPCC 1000 വീട് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടിയോട്ടുചാലിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അന്തരിച്ച TV പ്രസാദിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം KPCC പ്രസിഡന്റ് K. സുധാകരൻ MP നിർവഹിച്ചു. ഈ നാടിൽ ഭരിക്കണം എന്ന് നിങ്ങൾ ചോദിക്കണം. ആർക്ക് വേണ്ടി? പുതിയ തലമുറക്ക് വേണ്ടി ഭരിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? വിലവർദ്ധനവിന്റെ കാര്യം എന്റെ DCC പ്രസിഡന്റ് പറഞ്ഞു. എവിടെ എത്തി വിലവർദ്ധനവ്? എവിടെ എത്തി നമ്മൾ? തൊഴിലാളികൾക്ക് കൂലിയുണ്ടോ കൃത്യമായി? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമുണ്ടോ കൃത്യമായി? ആനുകൂല്യങ്ങളുണ്ടോ അവർക്ക്? എന്തെങ്കിലും സംരക്ഷണം ഏതെങ്കിലും തുറയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളും മുഖാമുഖം കാണുന്നതും ഞാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നത്. കള്ളപ്പണം ഉണ്ടാക്കി മകൾക്കും മകനും കോടാനുകോടി സംഭരിച്ചു കൊടുത്ത ഇത്ര പ്രിയനായ അച്ഛന് പ്രിയപ്പെട്ട ഒരു മകൻ മകന് പ്രിയപ്പെട്ട ഒരു അച്ഛൻ ഈ മുഖ്യമന്ത്രിയെ പോലെ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. മക്കൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്തെല്ലാം മുൻകരുതലാണ് എടുത്തത്? എന്തെല്ലാം മുൻകരുതൽ! എത്ര കോടാനുകോടി രൂപ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും വ്യവസായികളുടെയും സ്വർണം കടത്തിയും ഡോളർ കടത്തിയും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരൻ എത്ര കോടികളാണ് ഉണ്ടാക്കിയത്? ആർക്കാണ് ആ കോടികൾ? ഈ നാടിനല്ല, നാട്ടുകാർക്കല്ല. അത് സ്വന്തം വീട്ടിലേക്കാ, കുടുംബത്തിലേക്കാ, മക്കൾക്കാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേർതിരിച്ചു കൊടുക്കുകയാണ്. പിണറായി വിജയന്റെ കുടുംബം സമ്പന്ന കുടുംബമായി മുൻപോട്ട് പോകുന്നു. കേരളത്തിന്റെ ഭരണം പിണറായി വിജയൻ മിനുക്കി കൊണ്ടുപോകുന്നു. നാടിന്റെ ഭദ്രതയെ കുറിച്ച് ചിന്തിക്കാതെ, നാടിന്റെ വികാസത്തെ കുറിച്ച് ചിന്തിക്കാതെ, നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കാത്ത ഒരു നെറുകെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷത്തും ഉണ്ടായിട്ടില്ല, വലതുപക്ഷത്തും ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടത്തിന് നിങ്ങളൊക്കെ ഇറങ്ങണം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. 6 മാസം കൊണ്ടാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ അധ്യക്ഷനായി. നേതാക്കളായ P. മുഹമ്മദ് ഷമ്മാസ്, KK സുരേഷ് കുമാർ, A. ബാലകൃഷ്ണൻ, M. ഉമ്മർ, രവി പൊന്നംവയൽ, AK രാജൻ, മനോജ് വടക്കൽ, N. അബ്ദുറഹ്മാൻ, A. രാജീവൻ, KP തങ്കമണി, ഉഷ മുരളി തുടങ്ങിയവർ സംസാരിച്ചു.